എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 21 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. ഓണത്തോടനുബന്ധിച്ച് നേരത്തെ വിതരണം ആരംഭിച്ച പെൻഷൻ ഇന്നലെ ഓഗസ്റ്റ് 19 വൈകുന്നേരം 7 മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങി. ഇന്നലെ എത്താത്ത ആളുകൾക്കാണ് ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും കാത്തിരിക്കുന്ന ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് ജൂലൈ മാസത്തെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ ലഭിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഈ മാസത്തെ കൂടി അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല. 10-ാം തീയതിക്ക് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകൾക്ക് ഓണ പെൻഷൻ ലഭിക്കും എന്നാണ് സേവനവുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഈ മാസം 10-ന് മുമ്പ് നൽകിയിട്ടുള്ളവർക്ക് തുക കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതായത് കഴിഞ്ഞ തവണ ജൂലൈ മാസത്തെ പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ട് മുടങ്ങിയവർ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം ഇനി നമ്മൾ കാത്തിരിക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 കുറവുള്ള ആളുകൾക്കുള്ള വിതരണമാണ്. കയ്യിൽ വിതരണം നാളെ ട്രഷറിയിൽ നിന്നും സർവീസ് സഹകരണ ജീവനക്കാർക്ക് തുക കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ആ ഒരു തുക അവരുടെ കയ്യിലേക്ക് എത്തിയാൽ നാളെ വൈകുന്നേരത്തോടു കൂടി തന്നെ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. കേന്ദ്രവിഹിതം നൽകാൻ ആവശ്യമായിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഓണം 25-ാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. കേന്ദ്രവിഹിതമായിട്ടുള്ള 300, 200, 500 ആ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതിക്കകം തന്നെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നലെ രാത്രി 7 മണി മുതൽ വിതരണം ആരംഭിച്ചതാണ്. ഇതിനകം തന്നെ ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിയിട്ടുണ്ട്. കിട്ടിയവർ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീട്ടിൽ വിതരണമാണ് ഇനി പുരോഗമിക്കാനുള്ളത്. നാളെ മുതൽ അതും ആരംഭിക്കുന്നതാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയ്ക്കായിട്ട് ഭൂരിഭാഗം ആളുകൾക്കും വീടുകളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് പെൻഷൻ വിതരണം ഒരുക്കിയിട്ടുള്ളത്. 25-ന് മുമ്പ്, അതായത് ഉത്രാട ദിവസം തന്നെ മുഴുവൻ ആളുകൾക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും എന്നാണ് അറിയുന്നത്. പല ആളുകളും ചോദിക്കുന്നത് 2 മാസത്തെ പെൻഷൻ ഇല്ലേ എന്നുള്ളതാണ്. പക്ഷെ 2 മാസത്തേതില്ല, 1 മാസത്തേത് തന്നെ ഉള്ളൂ. നേരത്തെ നമ്മൾ വ്യക്തമാക്കിയതാണ്. മുമ്പ് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു 2 മാസത്തേത് ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ 2 മാസത്തേത് ഉണ്ടായിരുന്നു. കാരണം കുടിശ്ശിക കൂടി ഉണ്ടായിരുന്നു. പഴയ കുടിശ്ശിക കൂടി തീർത്ത് നൽകുന്നത് കൊണ്ട് തന്നെ 3200, 1600-ന്റെ 2 ഗഡുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പൊ കുടിശ്ശികയില്ല. അതുകൊണ്ട് തന്നെ അതാത് മാസത്തെ പെൻഷൻ തന്നെ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2000 തന്നെ മാത്രമേ ഉള്ളൂ വിതരണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഉടൻ വിതരണം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഓണത്തിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തും. പ്രവാസി പെൻഷൻ കുടിശ്ശിക 3 മാസത്തേതുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് മുഴുവൻ കിട്ടുമോ എന്നറിയില്ല. അവർക്കും ഒരു തുകയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ വിതരണവും ഉണ്ടാകും. അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിന്റെ മറ്റ് പെൻഷൻ വിതരണവും ഈ ഓണത്തിന് മുമ്പുണ്ട്. പിന്നെ വലിയ പ്രഖ്യാപനങ്ങൾ ഇന്നലെയൊക്കെ നടത്തിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1200 രൂപ, പാചക തൊഴിലാളികൾക്ക് 2000 രൂപ, അംഗനവാടി ജീവനക്കാർക്ക് പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് 2000 രൂപയും 1000 രൂപയുടെ ഫുഡ് വൗച്ചറും, എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം ഇവയ്ക്ക് വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. ഈ ഓണത്തിന് മുമ്പ് തന്നെ ലഭിക്കുന്നതാണ്. SBIയുടെ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയുന്നത്. SBIയുടെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾ വഴി ബ്രാഞ്ച് ചാനലിലൂടെ നടത്തുന്ന പണം പിൻവലിക്കലിനുള്ള പുതുക്കിയ നിരക്കുകൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രൊഡക്റ്റ് കോഡ് 10111701 ഉൾപ്പെടുന്ന ബേസിക് സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്കാണ് ഈ മാറ്റം ബാധകമാകുക. പുതുക്കിയ നിരക്കുകൾ പ്രകാരം ഉപഭോക്താവിന് ഓരോ മാസവും 4 തവണ മാത്രമാണ് പണം സൗജന്യമായി പിൻവലിക്കാൻ കഴിയുക. ആദ്യത്തെ 4 പിൻവലിക്കൽക്ക് ശേഷം ഓരോ ഇടപാടിനും 15 രൂപ GST എന്നിവ SBI ഈടാക്കുന്നതാണ്. രാജ്യത്തെ ദേശീയപാതകളിലെ യാത്രക്കാർക്ക് ആശ്വാസമേകുന്ന ടോൾ പദ്ധതിയുമായി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രഖ്യാപനം. രാജ്യത്തുടനീളമുള്ള 121 ടോൾ പ്ലാസകളിൽ കൂടി ഓൺലൈൻ ഫാസ്ടാഗ് ലോക്കൽ പാസ് സംവിധാനം ആരംഭിച്ചു. ലോക്കൽ പാസ് ലഭ്യമാകാൻ അർഹരായ ആളുകൾക്ക് ടോൾ പ്ലാസയിൽ നേരിട്ട് ടോൾ പ്ലാസയിൽ എത്തുന്നതിന് പകരമായി മൊബൈൽ ആപ്പ് വഴി ലോക്കൽ പാസിന് അപേക്ഷ നൽകാനാകും. ഓൺലൈനായി പാസിന് അപേക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയതോടെ
താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ ഉൾപ്പെടെ ടോൾ പ്ലാസയിലെത്തി അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനത്തിനാണ് മാറ്റം വരുന്നത്. ടോൾ പ്ലാസയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് രാജ്മാർഗ് ആപ്ലിക്കേഷനിലൂടെ പ്രതിമാസ പാസ് നേടാനാകും. നിശ്ചിത ഫീസ് ഈടാക്കി കഴിഞ്ഞാൽ പ്രദേശവാസികൾക്ക് ലോക്കൽ പാസ് അനുവദിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓണം കഴിഞ്ഞ് വീട്ടിലെത്തിയുള്ള ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ 1 മുതൽ തുടങ്ങാനിരിക്കെ ആരോഗ്യമുള്ള ഗുണഭോക്താക്കൾ അവസരം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കർശനമായ നടപടി. തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ സാക്ഷ്യപ്പെടുത്തി കൈമാറുന്ന ഗുണഭോക്താക്കളുടെ വീട്ടിൽ മാത്രമായിരിക്കും അക്ഷയ കേന്ദ്രം അധികൃതർ മസ്റ്ററിംഗ് നടത്തുക. ആരോഗ്യം പ്രശ്നം ഇല്ലാത്ത ഒട്ടേറെ പേർ മുമ്പ് അക്ഷയ സംരംഭകരെ വീട്ടിൽ വിളിച്ചു വരുത്തി മസ്റ്ററിംഗ് നടത്തിയ സാഹചര്യത്തിലാണിത്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, വയോജനങ്ങൾ തുടങ്ങിയ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കാണ് വീട്ടിൽ മസ്റ്ററിംഗ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയുള്ള മസ്റ്ററിങ്ങിന് 30 രൂപയും വീട്ടിലെത്തിയുള്ള മസ്റ്ററിങ്ങിന് 50 രൂപയുമാണ് ഫീസ്. 20 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ സേവനം ലഭ്യമാക്കുമെന്നതിനാൽ ഒട്ടേറെ പേർ കഴിഞ്ഞ വർഷം അവസരം ദുരുപയോഗം ചെയ്തിരുന്നു. ജൂലൈ 17-നാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പുകളും തുടങ്ങി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണിത്. സെപ്റ്റംബർ 30 വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. 10 വർഷം കഴിഞ്ഞിട്ടും ആധാർ കാർഡ് പുതുക്കാത്തതിനാൽ മസ്റ്ററിംഗ് പല ആളുകൾക്കും പരാജയപ്പെടുന്നുണ്ട്. ഇപ്രാവശ്യം പരാജയം കൂടുതലാണ്. ഇതുവരെ 13,191 പേരുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു. ഇവരുടെ വിവരം അക്ഷയ കേന്ദ്രം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ അറിയിക്കും. ജീവനപത്രം ഹാജരാക്കി പെൻഷൻ ഉറപ്പാക്കാനാണിത്. അപ്പോൾ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടി വീണ്ടും നടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ 10 വർഷം കഴിഞ്ഞിട്ടും ആധാർ കാർഡ് പുതുക്കാത്തവരാണ് എങ്കിൽ ആധാർ കാർഡ് പുതുക്കുകയാണ് എങ്കിൽ പിന്നീട് മസ്റ്ററിംഗ് ഉൾപ്പെടെ റേഷൻ വാങ്ങുമ്പോഴെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നതാണ് എന്നുള്ളത് കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. ഗ്യാസ് KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയപരിധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. ഗാർഹിക പാചക കണക്ഷൻ വീടുകളിൽ വിതരണം ചെയ്യുന്ന കണക്ഷനിൽ 30% അനധികൃതമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും എണ്ണ കമ്പനികളുടെയും അനുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ അവ കണ്ടെത്തി പുറത്താക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് KYC നടപടി 2023 ആരംഭിച്ചത്. അവസാന തീയതി പറഞ്ഞിരുന്നില്ല എങ്കിലും കഴിഞ്ഞ മാസം മുതൽ അത് പറഞ്ഞു തുടങ്ങി. അത് 2 തവണ നീട്ടി, ഇപ്പോൾ 3-ാം തവണയും നീട്ടിയിരിക്കുകയാണ്. KYC ചെയ്യാത്തവർക്ക് ചെയ്യാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 23 അതിനു മുമ്പ് അത് ചെയ്തിട്ടില്ല എങ്കിൽ അനധികൃതമായിട്ടാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് എന്ന് കണക്കാക്കി അവരുടെ ഗ്യാസ് കണക്ഷൻ ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഡേറ്റ് മാറിയതുകൊണ്ട് വീണ്ടും പറയുകയാണ്. അതുപോലെ തന്നെ ബുക്കിംഗ് കാലാവധികളിൽ മാറ്റം വന്നിട്ടില്ല. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസം തന്നെ തുടരുന്നതാണ്. വിതരണത്തിന് വേണ്ടി അധിക തുക നൽകേണ്ടതില്ല. 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ്. അതായത് ഏജൻസിയിൽ നിന്നും 5 കിലോമീറ്റർ ചുറ്റളവിൽ വിതരണം സൗജന്യമാണ്. അതിനുശേഷമുള്ള ദൂരത്തിനാണ് തുക നൽകേണ്ടത്. 20, 30, 40, 50, 60 വരെ, മാക്സിമം 60, 65 വരെയാണ്. പക്ഷെ 100 രൂപയ്ക്ക് അധികമായിട്ട് പല സ്ഥലങ്ങളിലും വാങ്ങുന്നുണ്ട് എന്നുള്ള പരാതിയുണ്ട്. അങ്ങനെ പരാതി ഉണ്ട് എങ്കിൽ നമുക്ക് വിളിച്ചറിയിക്കാൻ നമ്പർ ഉണ്ട്. അത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ആ നമ്പർ നൽകുകയാണ്. അത് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് മാത്രമാണ് ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നത്. വർഷത്തിൽ 4 സിലിണ്ടറിനാണ്. നേരത്തെ 10 സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിക്കുറച്ച് വർഷത്തിൽ ആദ്യത്തെ 4 സിലിണ്ടറിനാണ് സബ്സിഡി ലഭിക്കുന്നത്. ആദ്യം മുഴുവൻ തുക നൽകണം. അതായത് ഇപ്പോൾ 950 രൂപക്ക് മുകളിലാണ് ശരാശരി നമ്മുടെ സംസ്ഥാനത്തെ വില. അപ്പോൾ ആ ഒരു വില ആദ്യം നൽകണം എങ്കിലും പിന്നീട് 300 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ 960 രൂപയാണ് നൽകിയത് എങ്കിൽ 660 രൂപക്ക് അവർക്ക് ഗ്യാസ് ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇല്ലാത്ത കാര്യമല്ല. സബ്സിഡി ലഭിക്കുന്നവർക്കുണ്ട്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വൽ യോജന കണക്ഷന് വേണ്ടി അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ആദ്യത്തെ 4 സിലിണ്ടറിന് സബ്സിഡി 300 രൂപ വീതം ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഇപ്പോൾ ഗ്യാസ് കണക്ഷന് തന്നെ അപേക്ഷിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതൊരു പ്രതിസന്ധിയിലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു KYC നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും ഗ്യാസിന് അപേക്ഷിക്കാനുള്ള ഒരു അവസരം വരും. കൃത്യമായിട്ട് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്.
പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദൂരേക്കും ബൈ.